ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിദ്വാരത്തിൽ മൈത്രേയ മഹർഷി വിതുരൻ എന്ന മഹാത്മാവിൽ കൂടി ലോകത്തിന് മുഴുവനും ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. ഈശ്വര മഹിമയെ എത്ര പറഞ്ഞാലാണ്, എത്ര കേട്ടാലാണ് നമുക്ക് മതി വരിക? അതിൽ ലയം വരുന്തോറും നമുക്കത് കേട്ടത് പോരാ. കൊണ്ട് തൃപ്യത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതന. ഓരോ വർഷം കഴിയും തോറും നമുക്ക് പുതുമ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഭാഗവതത്തിൻ്റെ രസം. അതുകൊണ്ടാണ് രസം ആലയം മുഹുരഹോ രസികാഭുവി ഭാവുകാഹ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഭാഗവതം എങ്ങനെ സേവിക്കണം, എങ്ങനെയോ കഴിച്ചാൽ പോരാ, രസമായിട്ട് വേണം. രസം പോരാ, നമുക്ക് ലയം പോരാ, ആലയം വേണം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത മാതിരി. ഉപ്പ് വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണോ തിരിച്ചെടുക്കാൻ പറ്റാത്തത്, അതേപോലെ ഭാഗവതത്തിലേക്ക് ലയം വരുമ്പോഴാണ് നമുക്ക് മറ്റെല്ലാം നിസ്സാരമാണെന്ന് തോന്നും. ഇത് മാത്രമേ സത്യമുള്ളൂ, ഭഗവാനെ സത്യമുള്ളൂ എന്നുള്ള ശരിയായിരിക്കുന്ന ഭാവം നമുക്ക് വരാം. അത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അദ്വൈത സിദ്ധി രണ്ടില്ലാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിന് വരിക. ഇവിടെ നമ്മൾ ഇന്നലെ അനുസ്മരിക്കുകയുണ്ടായി. വൈകുന്നേരം ദക്ഷൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ദക്ഷന് രണ്ടെന്നൊരു ഭാവം ഉണ്ടായിരുന്നു. ദക്ഷൻ വൈഷ്ണവനും ശിവൻ അതുകൊണ്ട് ശൈവനും. പണ്ട് നമ്മുടെ ഭാരതഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വൈഷ്ണവര്, ശൈവര്, ശാക്തേയര്, ഗാണപത്യക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ട് ചാർവാകര്, അനവധി വിഭാഗങ്ങളായിരുന്നു. ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെ കണ്ടുകൂടാം. അങ്ങനെയൊക്കെ ആയിരുന്നു. തമ്മിൽ കോലാഹലങ്ങളായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ മാറ്റം വന്നത് ശങ്കരാചാര്യസ്വാമികളുടെയൊക്കെ നിരന്തരമായിരിക്കുന്ന ശ്രമഫലം കൊണ്ടാണ് കുറച്ചെങ്കിലും മാറ്റം വരുത്തിയത്. ഇപ്പോഴും നമ്മൊന്നും പറയാനും പറ്റില്ല. ഇപ്പോഴും ഉണ്ട് ശൈവരെന്ത് ചെയ്യും? വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവില്ല. വൈഷ്ണവരെന്ത് ചെയ്യും? ശിവനെ പോയി തൊഴില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാലങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇന്ന് ധാരാളം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാഗവതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരണു ആ രണ്ടില്ലാത്തൊരവസ്ഥ വരണം. ശിവനും വിഷ്ണുവും ശക്തിയും എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാറാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നാണ്. ദക്ഷന് അങ്ങനെ ഒരു ഭാവം വന്നു, ഞാൻ വൈഷ്ണവൻ, അതുകൊണ്ട് ശിവനോട് ദേഷ്യം വന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ശിവനായിട്ടിരിക്കുന്നതും ബ്രഹ്മാവായിട്ടിരിക്കുന്നതും ഗണപതിയായിട്ടിരിക്കുന്നതും പാർവതിയായിട്ടിരിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ കാഴ്ചയുടെ വ്യത്യാസമാണത്, പലതായിട്ട് നമുക്ക് തോന്നുന്നതെല്ലാം. അതുകൊണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അതിന് വേണ്ടത് എന്താണ്? ഭഗവത് പ്രസാദം, ഈശ്വരാനുഗ്രഹം. അതാണ് ജന്മസാഫല്യമായിട്ട് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഭാഗവതം പറഞ്ഞു തരാം. ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കേമനായിരിക്കുന്ന ദക്ഷൻ ആ ശങ്കരമാകുന്ന ശിവനാകുന്ന പരമസ്വരൂപനായിരിക്കുന്ന ജ്ഞാനത്തിനെ അവഗണിച്ചു. അതിൻ്റെ ദുഃഖം അനുഭവിച്ചെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് പിന്നെ പറയേണ്ടായത്. താണപാദൻ എന്ന മഹാരാജാവിന് 2 ഭാര്യമാരായിരുന്നു. ആദ്യം സുനീതി, പിന്നീട് സുജിജി. സുനീതി എന്ന് പറഞ്ഞാൽ എന്താ? സുതരാം നീതി. അതിലാണ് ധ്രുവൻ എന്ന കൊച്ചുകുട്ടി ഉണ്ടായത്. പിന്നീട് അത് പോരാന്ന് തോന്നിയ അദ്ദേഹത്തിന് ഒരു വിവാഹം കൂടെ കഴിച്ചു. അതിലാണ് സുജിതി. സുതരാം രുചിഭേദം. അതിലാണ് ഉത്തമൻ എന്നൊരു ഉണ്ണി ഉണ്ടായത്. 2 ഭാര്യമാരോടും 2 കുട്ടികളോടും ഒരേപോലെ കണക്കാക്കണ്ടേ? അങ്ങനെയല്ല ഉണ്ടായതെന്നാണ്. സുനീതിയെ മാറ്റി നിർത്തി. 2ാമത്തെ ഭാര്യ വന്നപ്പോൾ പറഞ്ഞു, മറ്റവൾ ഇവിടെ കൂടിയാൽ ഞാൻ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്ന് മതി എന്നാണ്. അതോടുകൂടി എന്തുണ്ടായി? സുനീതിയെ മറ്റൊരു അന്തപുരത്തിലാക്കി മാറ്റി. ധ്രുവനെയും അവിടേക്ക് മാറ്റി. ഒരിക്കലും പരാതി പറഞ്ഞില്ല ഭർത്താവിനോട്, എന്നെ എന്തിനാണ് മാറ്റി നിർത്തിയത്? കാരണം എന്താ? സുനീതിയാണ്. സുനീതിക്കറിയാം ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരാളുണ്ട്, അത് ഭഗവാൻ മാത്രം. സുരുചി എന്ത് കണ്ടിരിക്കണം? സുരുചി ഭൗതികമായിരിക്കുന്ന സുഖങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. നമ്മളെ പോലെ തന്നെ സുനീതി അതല്ല, ഭഗവത് ഭജനമാണ് ഏറ്റവും സുഖം എന്ന് വിചാരിച്ചു. അപ്പോൾ
ഭർത്താവ് ഉപേക്ഷിച്ചാലും ഗുരുവായൂരപ്പൻ ഉപേക്ഷിക്കാണ്ടിരുന്നാൽ പോരെ അല്ലേ? ആരൊക്കെ ഉപേക്ഷിച്ച എന്ത് കാര്യം? എല്ലാവരും ഉണ്ടായിട്ടും എന്ത് പ്രയോജനം നമുക്ക്? അപ്പോൾ നമ്മൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കണം. വീട്ടിലിരിക്കുകയാണ് അത്ര, കുടുംബത്തിലിരിക്കുമ്പോൾ എല്ലാം കൊണ്ടും സുരക്ഷിതമാണെന്ന് നമ്മൾ വിചാരിക്കണം. കുടുംബത്തിലിരുന്നാലും നമുക്ക് അപകടം വരാം അല്ലേ? ഈശ്വരാധീനം ഇല്ലെങ്കിൽ കുടുംബത്തിലിരുന്നാലും മതി, അപകടം ഉണ്ടാവും. അതേസമയം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലോ എത്ര വനത്തിൽ ചെന്നപ്പെട്ടാലും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരപകടം ഇല്ലാണ്ട് തിരിച്ചു പോരാം. ഏത് യുദ്ധങ്ങളായിക്കോട്ടെ, ഏത് ക്രൂരമൃഗങ്ങളുടെ നടുക്കായിക്കോട്ടെ. അപ്പോൾ ഈശ്വരാനുഗ്രഹമാണ് പ്രധാനം. അത് സുനീതി ഇവിടെ കാണിച്ചു തരികയാണ്. ആ 5 വയസ്സുകാരനായ ധ്രുവനോടൊപ്പം മറ്റൊരു അന്തപുരത്തിൽ കഴിയുമ്പോൾ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചുല്ലോ എന്നുള്ള ദുഃഖമല്ല, എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്, അത് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയാം, മറ്റാരെങ്കിലുമൊക്കെ കുറ്റം പറയാം, സപത്നിയെ കുറ്റം പറയാം. ഇതൊരാളെ പോലും കുറ്റം പറയാതെ കണ്ട് എന്ത് താൻ അനുഭവിക്കേണ്ടോ, സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, അതെല്ലാം എൻ്റെ കർമ്മഫലം, അത് മറ്റൊരാൾ അതിന് കാര്യമല്ല, കാരണമല്ല എന്ന് ദൃഢമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ സുനീതി തൻ്റെ കൊച്ചുണ്ണി ആ ധ്രുവന് എപ്പോഴും പറഞ്ഞു കൊടുക്കുക കണ്ണൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. കൃഷ്ണനെ കണ്ടുപിടിക്കൂ, കൃഷ്ണനെ കണ്ടുപിടിക്കൂ, കൃഷ്ണനെ ഭജിക്കൂ. നീ ആരാധയാധോക്ഷജപാതപത്മം യഥീച്ഛസേധ്യാസനമുത്തമോ യഥാ. എപ്പോഴും തൻ്റെ ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കാം. ആ അമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ, കൃഷ്ണനെ കുറിച്ച് മാത്രം. ഭഗവാന്റെ തിരുനാമം പറഞ്ഞു കൊടുക്കാം, ഭഗവാന്റെ ആ നാമങ്ങൾ ചൊല്ലിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കാം. ഇതാണ് ഒരമ്മ എങ്ങനെയായിരിക്കണം. ശുഭദേവൻ പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ശുഭദേവൻ പറയണു അമ്മ എങ്ങനെയായിരിക്കണം, അച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഗുരു എങ്ങനെയായിരിക്കണം. ഇതൊക്കെ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിൽ ഉള്ള ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ എങ്ങനെയായിരിക്കണം, അത് വേണ്ട മാതിരി ആവണമെന്ന് വരട്ടെ, കുടുംബജീവിതം നേരെയായിട്ട് മാറും അല്ലേ? ഇവിടെ തമ്മിത്തല്ലും വഴക്കുവാണെങ്കിൽ എൻ്റെ രാജാവിനൊരു സുഖം ഉണ്ടാവുക. പക്ഷേ അവിടെയും ഒരിക്കൽ കുട്ടികൾ 2 പേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, 5 വയസ്സുകാരാണ് 2 പേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തമൻ ഉത്താനപാത മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരുന്നപ്പോൾ ധ്രുവൻ എന്ന കൊച്ചുണ്ണിക്ക് മോഹം തോന്നി, എൻ്റെയും കൂടി അച്ഛനല്ലേ. ഓടിച്ചെന്ന് ആ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയമ്മയാകുന്ന സുരുചി സമ്മതിച്ചില്ല. അന്യസ്ത്രീ ഗർഭസംഭവം, ഇനി അന്യസ്ത്രീയിലുണ്ടായതല്ലേ, നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ യോഗ്യതയൊന്നുമില്ല. നിനക്ക് അങ്ങനെ ഇരിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ഭഗവാനെ പോയി തപം ചെയ്ത് വരം വാങ്ങിച്ചിട്ട് മരിക്കണം. എന്നിട്ട് എന്ത് വേണം, എൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കണം. എൻ്റെ കുട്ടിയായിട്ട് വന്നാൽ മാത്രമേ നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അടി കൊണ്ട പാമ്പിനെ പോലെയായി എന്നാണ്. പാമ്പിനെ അടിച്ചു വിട്ടാൽ എന്തായിരിക്കും, അതിനെ പ്രതികാരം ചെയ്യുന്ന പറയുക. ഒന്നുമില്ലെങ്കിൽ കൊന്നേരണം, അല്ലെങ്കിൽ വെറുതെ വിട്ടായിരുന്നു. അപ്പോൾ മൂർഖം പാമ്പിനെ അടിച്ചതുപോലെ ദണ്ഡഹതോ യഥാഹി, നല്ലൊരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട്. അടി കൊണ്ട പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടാണ് വന്നത്. ചെറിയമ്മയുടെ ആ ഇത്ര ദുഷ്ടമായിരിക്കുന്ന വാക്കുകൾ കേട്ട് മനസ്സ് തകർന്നു. കൊച്ചുണ്ണിയല്ലേ, അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ മോഹം ഉണ്ടാവില്ലേ? അത് സാധിക്കാണ്ട് വന്നപ്പോൾ ആ ഉണ്ണി കരഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിൽ വന്ന് അങ്ങനെ കരയുമ്പോൾ എന്തി കരയുന്ന കുട്ടിയെ ചെറിയമ്മയെക്കുറിച്ച് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആ മംഗളം താത ആ കുഞ്ഞു വായ പൊത്തിപ്പിടിച്ചു സുനീതി. ഉണ്ണി ഒരിക്കലും പറയരുത്, അമംഗളമായിട്ടുള്ളൊരു വാക്കും പറയരുത് കുട്ടി എന്നാണ് ആദ്യം. എന്തിനാ ചെറിയമ്മയെ കുറ്റം പറയുന്നത്? ദുർഭഗയായിരിക്കുന്ന എൻ്റെ ഉദരത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിനക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? അല്ലെങ്കിൽ നീ അച്ഛനോടൊപ്പം ഇന്ന് കഴിയേണ്ടവനല്ലേ, രാജകൊട്ടാരത്തിൽ കഴിയേണ്ടവനല്ലേ, എന്നിട്ടല്ലേ മാറി താമസിക്കേണ്ടി വന്നത്? അതുകൊണ്ട് വിഷമിക്കേണ്ട. ഏത് ദുഃഖവും തീർക്കാൻ, നമ്മളെ കൂട്ടി നിർത്താൻ, നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ കണ്ണീരൊക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രം. അമ്മ എപ്പോഴും ഉണ്ണിക്ക് പറഞ്ഞു തരാറില്ലേ? അതുകൊണ്ട് ആ ഭഗവാനെ ഭജിച്ചോളൂ എന്നാണ്. എന്ത് നല്ല വാക്കവിടെ പറഞ്ഞെന്നറിയോ? ഏത് മഹാലക്ഷ്മിയാണോ, ഏത് പാദങ്ങളെയാണോ തലോടിക്കൊണ്ട് സദാ ആനന്ദത്തിലിരിക്കുന്നത്, ആ ശ്രീപാദങ്ങളെ ഭജിക്കൂ അമ്മ ഉണ്ണി നമ്മൾ പറഞ്ഞത്രേ. ഇതങ്ങോട്ട് കേട്ടോടുകൂടി ഉണ്ണിയുടെ മനസ്സ് മാറി. അമ്മയാണ് ആദ്യത്തെ ഗുരു അല്ലേ? അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്, നടക്കാൻ പഠിപ്പിച്ചത്, ആഹാരം വാങ്ങി കഴിക്കാൻ പഠിപ്പിച്ചത് എല്ലാം അമ്മയാണ്. അമ്മയല്ലാതെ ഒരു കോവിലുണ്ടോ എന്നാണ്. ഏറ്റവും വലിയ ഗുരു എല്ലാം 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 നമുക്ക് അമ്മ തന്നെയാണ്. അമ്മ ഇല്ലെങ്കിലാണ് എൻ്റെ വിഷമം അറിയാൻ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അത്രമാത്രം സ്നേഹമാണ് അമ്മ. അമ്മ ഒരിക്കലും വേണ്ടാത്ത വഴിക്ക് നമ്മളെ കൊണ്ടുപോകില്ല. എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ആചാര്യസ്വാമികൾ ശ്രീ പാർവതിയോട് പറയുന്നുണ്ട്, അമ്മ
പക്ഷെ മാതാക്കൾ ഉണ്ടാവില്ല എന്നാണ്. ദുഷിച്ചതായിരിക്കുന്ന അമ്മ ഉണ്ടാവില്ല, പക്ഷേ ദുഷിച്ച പുത്രന്മാരുണ്ടാവും. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് അമ്മ ഒരു വാക്ക് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ അമ്മയുടെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ കൊണ്ട്, അച്ഛൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് മറ്റൊന്നും കിട്ടില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്. ഭാഗവതം ഉപദേശം നേടാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കാം അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടോ എന്നാണ്. അപ്പോൾ അച്ഛൻ മരിച്ചാലും കുഴപ്പമില്ല, അമ്മയില്ലെങ്കിലാണ് വിഷമം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ആ കുട്ടികളെല്ലാം നോക്കാൻ, വളർത്തി വലുതാക്കാൻ. അപ്പോൾ അമ്മ പോകുമ്പോഴാണ് എൻ്റെ വിഷമങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ ഭാഗവതം കാണിച്ചു തരിക. ആ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കുന്ന കണ്ണൻ്റെ കഥകൾ മനസ്സിലുണ്ട്. കൊച്ചുണ്ണി ആ കൃഷ്ണനെ തന്നെ വിചാരിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു. അമ്മയ്ക്ക് അല്പം പോലും ഭയമില്ല എന്നാണ്. കുട്ടി എവിടേക്കാണ് വിടുന്നത്? കൊടും കാട്ടിലേക്കാണ്. തപസ് ചെയ്യാനായിട്ട് മധുവനത്തിലേക്ക് പോകാനുണ്ണി. നമുക്കാണെങ്കിൽ പേടിയാവും. അമ്പലത്തിലേക്ക് ഒറ്റയ്ക്കൊന്നും പോകേണ്ട കുട്ടി എന്ന് പറയും. കാരണം നമുക്ക് ഭഗവാനിൽ അത്ര ഉറപ്പുള്ളൂ. ഇവിടെ അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ഉണ്ണി എവിടെ പോയാലും എൻ്റെ കണ്ണാൻ നോക്കി പോകും. ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് ആ ഉണ്ണിയെ അനുഗ്രഹിച്ചു വിടുമ്പോൾ അമ്മയുടെ കൈകൾക്കുണ്ടാവുന്ന ബലം, അതിനുള്ളൊരു ശക്തി എത്രയാണെന്നറിയോ? നമുക്കൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ്. ക്ലാസ്സിൽ പോകുന്ന കൊച്ചു കുട്ടികളെ അമ്മ 2 കൈയും വെച്ചൊന്ന് അനുഗ്രഹിച്ച് നോക്കിക്കോളൂ. അറിയാം. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് അമ്മ 2 കൈയും വെച്ച് ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചാൽ ആ കുട്ടി എല്ലാ വിഷയത്തിലും നല്ല മാർക്കോടുകൂടി വരും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അതുപോലെ മറ്റൊരാൾക്ക് പറ്റില്ല എന്നാണ്. പണ്ട് എഴുത്തിന് എടുത്തുന്നത് അച്ഛനും അമ്മയായിരുന്നു. കാരണം അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന പോലെ കുട്ടിയോടുള്ള വാത്സല്യം വേറെ ഏത് ഗുരുവിനാ തോന്നുക, അല്ലേ? നമുക്കിന്ന് കണ്ണി കണ്ടവരെയൊക്കെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ നാവിൽ എഴുതുക. കുട്ടി ഇടിച്ച് വിളിക്കും. എൻ്റെ നാവിൽ എഴുതാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ നേരെയാവത്തത്. എഴുതിക്കേണ്ടത് ആരാ? അച്ഛനും അമ്മയ്ക്ക് തോന്നുന്ന പോലെ എൻ്റെ കുട്ടി നേരെയാവണം, നല്ല വിദ്യ ഉണ്ടാവണം, നല്ല വാക്ക് പറയണം എന്നൊക്കെ മോഹിക്കേണ്ടത് എൻ്റെ അച്ഛനും അമ്മയല്ലേ? അല്ലാണ്ട് വേറെ ആരെങ്കിലും നോക്കുമോ? നമുക്കിതൊന്നും അറിയില്ല. നമ്മളെന്ത് ചെയ്യണമെന്നറിയോ? ആരെങ്കിലുമൊക്കെ മതി. രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് നാവിൽ എഴുതിക്കുന്നത്. പിന്നെ എങ്ങനെ നേരെയാവണം? നമ്മുടെ കോലാഹലങ്ങളെ ചിന്തകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് വേണം? അച്ഛനും അമ്മ എഴുതിക്കണം. നമ്മുടെ മടിയിലിട്ട് നമ്മൾ എഴുതിച്ച് നോക്കിക്കോളൂ. കുട്ടി മുട്ടുമുട്ടക്കനായിട്ട് വരും. അല്ലാണ്ട് മറ്റൊരാൾ എത്ര കേമനായിക്കോട്ടെ ആ ആൾ എഴുതിയാലൊന്നുമല്ല നമുക്ക് നേരെയാവുക. നമ്മളെപ്പോലെ മറ്റൊരാൾ മോഹിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെയും ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടോ? എന്തിനും ഈശ്വരാനുഗ്രഹം വേണം. ഇവിടെ ആ അനുഗ്രഹം നേടിക്കൊണ്ടാണ് ഉണ്ണി കാട്ടിലേക്കായിട്ട് യാത്ര ചെയ്യും. കൊച്ചുണ്ണിയല്ലേ, 5 വയസ്സാവുള്ളൂ. ആ കുഞ്ഞിക്കാലം വെച്ച ഉണ്ണി കണ്ണനെ കാണണം, ഭഗവാനിൽ നിന്ന് വരം വാങ്ങിക്കണം, അച്ഛൻ്റെ മടി കയറിയിരിക്കണം. അത്രേ ഉള്ളൂ മോഹം. പിന്നാലെ വന്നതാണ് ശ്രീനാരദ മഹർഷി മുമ്പിൽ. അതാണ് സജ്ജനങ്ങൾ. ആരാണോ ഭഗവാനെ ഭജിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്, ആർക്കാണോ അതിന് എന്തെന്നില്ലാത്ത മോഹമുള്ളത്, അപ്പതാ ഭഗവാൻ ഗുരുനാഥന്മാരെ പറഞ്ഞുവിടും. അതിന് യോഗ്യരായിട്ടുള്ള ആളുകളെ പറഞ്ഞുവിടുന്നതാണ്. അപ്പം നമ്മളാരും പറയണ്ട, അല്ലാണ്ട് ഗുരുനാഥന്മാർ മുമ്പിൽ വരും. പൂക്കൾ വിടന്നാലേ മതി, വണ്ടുകൾ തന്നെ വന്നോളൂ. വണ്ടേ ഇങ്ങോട്ട് വരൂ, ഇവിടെ പൂക്കൾ വിടന്നിട്ടുണ്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആരുടെ മനസ്സാണോ ഭഗവത്മുഖമായിട്ട് മാറണത്, ഭഗവാൻകിലേക്ക് തിരിയണത്, അപ്പം അവർ നമുക്ക് ഈശ്വരങ്കിലേക്ക് എത്തിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു ഗുരുനാഥൻ. ഇവിടെ ഉണ്ണി തപസ് ചെയ്യാനാണ് പോണത്. ഉണ്ണിക്ക് തപസ്സറിയോ? ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഉണ്ണിക്ക് വേണ്ടതായിരിക്കുന്ന മാർഗനിർദ്ദേശം കൊടുക്കാൻ ശ്രീനാട് തന്നെ പോലെ വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? സകല കുശലപാത്രം ബ്രഹ്മപുത്രം അതാസ്മി. ആ നാരദ മഹർഷി അവിടെ വന്നു. ആ പാദങ്ങൾ ഇവിടെ നമസ്കരിച്ചു. ഉന്നോട് ചോദിച്ചു, ശ്രീനാരദ മഹർഷി നീ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കാട്ടിൽ പോകണം, തപം ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ച് വരം വാങ്ങിച്ച് എനിക്ക് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം. ഇതിനാണോ നീ കാട്ടിലേക്ക് പോണത്? വിദു മൃഗേന്ദോപി തീവ്രയോഗ സമാധിന. എത്രയോ പരമഹംസന്മാരായിരിക്കുന്ന ഋഷിമാർ എത്രയോ കാലം കഠിനമായിരിക്കുന്ന തപം ചെയ്തിട്ട് കൂടി അവർക്ക് പോലും ആ പാദങ്ങൾ പോലും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ ഭജിക്കാൻ കൊച്ചുണ്ണിയായി നിനക്ക് സാധിക്കുമോ? നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ പോലെ ഒരു ഉണ്ണി ഞാൻ കൊണ്ടിരുത്താം. അത് കേട്ടപ്പോൾ അത് പോരാ ഉണ്ണിക്ക്. ഉണ്ണി പറഞ്ഞു, ശ്രീനാഥ മഹർഷേ എനിക്കതൊന്നല്ല വേണ്ടത്. അല്ല ഉണ്ണി, ഉണ്ണി കളിക്കേണ്ട പ്രായമല്ലേ, കുറച്ചും കൂടെ പ്രായമാവട്ടെ, എന്നിട്ടാവാം തപസ്സിനൊക്കെ പോവാം, ഇങ്ങനെയല്ലേ വേണ്ടത്. അതും ഉണ്ണിക്ക് സമ്മതമായില്ല. ഉണ്ണി പറഞ്ഞു, എൻ്റെ മനസ്സിനെ ഇളക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ഭഗവാനെ കാണാനാണോ ഞാൻ ഇറങ്ങി തിരിച്ചത്? അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് നേടിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നാണ്.
ആ വാക്കങ്ങോട്ട് കേട്ടപ്പോൾ ശ്രീനാരദ മഹർഷിക്ക് സന്തോഷമായി. ഇതാണ് ദൃഢനിശ്ചയം അല്ലേ? ഭാഗവതം പഠിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മോഹിച്ച് നോക്കിക്കോളൂ. അടുത്ത വർഷമാകുമ്പോൾ ഇവിടെ നിന്ന് വായിക്കാം നമുക്ക് ഭംഗിയായിട്ട് അല്ലേ? നമുക്ക് ദൃഢനിശ്ചയം വേണം. ഭാഗവതം വായിക്കണം, ഭാഗവതം പഠിക്കണം, നാമം ജപിക്കണം എന്നൊക്കെ ഉള്ള നല്ല ദൃഢനിശ്ചയം നമുക്കുണ്ടെന്ന് വരട്ടെ. മറ്റൊരാൾ വേണ്ട നമ്മളെ പഠിപ്പിക്കാനൊക്കെ, നമ്മൾ തന്നെ പഠിയും തന്നെ. ഭഗവാനല്ലേ ഏറ്റവും വലിയ ഗുരു അല്ലേ? ഭഗവാൻ ഗുരുവായിട്ട് നമ്മുടെ മുമ്പിലേ വരും. വ്രത അങ്ങനെ തന്നെ നാരദ മഹർഷി സന്തോഷമായി. നാരദ മഹർഷി ചോദിച്ചു, ഇനി നിനക്ക് എന്തെങ്കിലും മന്ത്രങ്ങൾ അറിയോ? ഭഗവാന്റെ ധ്യാനം വലുത് അറിയോ? ഒന്നും അറിയില്ല ഗുരുനാഥ, എനിക്ക് അമ്മ നാരായണ എന്ന് ചൊല്ലാൻ മാത്രമേ പഠിപ്പിച്ചുള്ളൂ. എന്നാൽ നിനക്ക് ഞാൻ മന്ത്രം പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് എന്ത് വേണം? ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തിനെ പറഞ്ഞു കൊടുത്തു. പ്രസാദാഭിമുഖം ശശ്വൽ പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം നിർമ്മണം ശരണ്യം കരുണാർണവം. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ആ രൂപത്തിനെ ആ കൊച്ചുണ്ണിയുടെ മനസ്സാകുന്ന ക്യാൻവാസിലേക്ക് നാരദ മഹർഷി എന്ന ഗുരുനാഥൻ വരച്ചു കൊടുത്തു. ഇനി എന്ത് വേണം? ഭാഗവതം ഉപദേശിക്കാൻ കുട്ടിക്ക് പ്രായമായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭാഗവതത്തിൻ്റെ ഒരു മഹാമന്ത്രമുണ്ട്. അതെന്താണെന്നറിയോ? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതം വായിക്കുന്നിടത്ത് ഭാഗവതം വായിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടുന്ന മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. കാരണം ഇതിന് 12 സ്കന്ധങ്ങളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എത്ര അക്ഷരമുണ്ട്? 12 അക്ഷരങ്ങളാണ്. ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം എന്ന് പറയും. അതുകൊണ്ട് ആ മന്ത്രം വെച്ചിട്ട് ഭാഗവതം മുഴുവൻ പറയാനാണ്. ഓരോ അക്ഷരത്തിന് ഓരോ സ്കന്ധമാണ്. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ധാരാളം മുഴങ്ങണം. ഇവിടെ പ്രത്യേകിച്ച് കണ്ണൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ജപിക്കണോ അത്രയും നമുക്ക് നല്ലതാണ്. മനസ്സ് അടങ്ങി വരാൻ ഇതേപോലെ നല്ലൊരു മന്ത്രമില്ല എന്നാണ്. ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കാട്ടിൽ പോയിട്ട് കാളിന്തിയിൽ കുളിച്ച് കാളിന്തിയിൽ ഒരു കല്ലെടുത്ത് വെച്ചോളൂ. മറ്റേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം, ഇതുപോലെ വിഗ്രഹങ്ങളൊക്കെ വേണം അല്ലേ? എന്നാലേ നമ്മുടെ മനസ്സെത്തുള്ളൂ. ഏതെങ്കിലും ഒരു കല്ലെടുത്ത് വെച്ചോളൂ. എന്നിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫലമൂലങ്ങൾ നിവേദിച്ചോളൂ. അത് കഴിക്കുക. എന്നിട്ടോ വെള്ളം കുടിക്കുക. പിന്നെ ഭഗവാനെ ധ്യാനിക്കുക. ആ രൂപം ധ്യാനിച്ചുകൊണ്ട് ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിൽക്കൂ എന്ന് പറഞ്ഞു. ഗുരുനാഥൻ്റെ അനുഗ്രഹം. ഇവിടെ ഭാഗവതം പറഞ്ഞിരിക്കുന്നത് കടുംപായസം നേദിക്കണം, പാൽപ്പായസം നേദിക്കണം, കദളിപ്പഴം നേദിക്കണം, അവിടെ മലരും ശർക്കരയും നേദിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ഈശ്വരന് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് കൊടുത്താൽ മതി. ഇന്നത് വേണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുണ്ടാക്കിയതാണ്. കടുംപായസമാണെങ്കിൽ നന്നായി, നല്ല പഞ്ചാര പായസമാണെങ്കിൽ കുറച്ചും കൂടി നന്നായി, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ കണ്ടുപിടിച്ചതല്ല. ഈശ്വരന് ഇന്നത് വേണമെന്ന് ഒരിടത്തും ഇതിന് പ്രമാണമില്ല എന്നാണ്. എന്താണോ നമുക്ക് കിട്ടണത് അത് അതാത് കാലത്ത് കിട്ടുന്ന സാധനം നിവേദിക്കുക, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ണപ്പൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശിവപുരാണത്തിൽ കണ്ണപ്പൻ ഉണ്ടാകുമായിരുന്നു. ഇത്ര ഒരു കാട്ടാളൻ, വലിയ ശിവഭക്തനായിരുന്നു. അപ്പോൾ അയാൾക്ക് അയാളുടെ കുഴപ്പമെന്ന് വെച്ചാൽ അയാളിങ്ങനെ മാംസമാണല്ലോ കഴിക്കുക, കാട്ടാളനല്ലേ? അയാളിങ്ങനെ മൃഗങ്ങളെ കൊന്നു തിന്നും. അയാൾ എന്ത് ചെയ്യും? ആ കടിച്ച മാംസം മഹാദേവനെ കൊണ്ടുവന്ന് കഴിക്കും. മഹാദേവ അതാ കഴിച്ചോളൂ. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ കൊടുക്കുക. ഇത് കണ്ടപ്പോൾ പാർവതിക്ക് ഒരു ദിവസം ഇഷ്ടപ്പെട്ടില്ല. പാർവതി പറഞ്ഞു, മഹാദേവ എന്താ ഇയാൾ കാണിക്കണത്? അയാൾ വായിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട്, പാത്രമൊന്നുമില്ല, വായിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ശിവലിംഗത്തിൽ ഇങ്ങനെ കിട്ടും. അങ്ങനെയാണ് അയാൾ അഭിഷേകം ചെയ്യുക. അതേപോലെ മാംസം കടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന മാംസം മഹാദേവ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് മഹാദേവന് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അത്രയല്ലേ. അപ്പോൾ മഹാദേവനോട് എന്തെങ്കിലാത്ത ഇഷ്ടമാണ്. അപ്പോൾ പാർവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മഹാദേവൻ പറഞ്ഞു, അവനെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ആരാ ഉള്ളത് പാർവതി? അതൊന്നുമല്ല. അങ്ങനെയാണോ കടിച്ച മാംസമൊക്കെയാണോ തരിക? വായിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണോ അഭിഷേകം ചെയ്യുക എന്ന് ചോദിച്ചത്രേ പാർവതി. ഇത് കേട്ടപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്നപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവൻ ആ ശിവലിംഗത്തിൻ്റെ കണ്ണൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഒരു കണ്ണ് പൊട്ടി ചോര വരാൻ തുടങ്ങി. അവൻ ആകെ വിഷമായി. എൻ്റെ മഹാദേവൻ്റെ കണ്ണ് പോയോ? അവൻ എന്ത് ചെയ്തു? തൻ്റെ അസ്ത്രം കൊണ്ട് ആ കണ്ണ്, അവൻ്റെ കണ്ണ് തുറന്ന് അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ എന്തായി? അടുത്ത കണ്ണ് പൊട്ടി ചോര വരാൻ തുടങ്ങി. വേഗം അവൻ എന്ത് ചെയ്തു? തൻ്റെ
പെരുവെല്ലുകൊണ്ട് ആ സ്ഥാനത്ത് ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് തൻ്റെ അടുത്ത കണ്ണും തുറന്ന് ഉറച്ചു കൊടുത്തു. എനിക്ക് കണ്ണില്ലെങ്കിലും എൻ്റെ മഹാദേവന് കണ്ണുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങനെ ഭഗവാനെ വിളിക്കുമ്പോൾ മഹാദേവാന്ന് വിളിക്കുമ്പോൾ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി മഹാദേവൻ ഇപ്പം എങ്ങനെയുണ്ട് എന്നാണ്. ഇതാണ് ഭക്തി അല്ലേ? എനിക്കില്ലെങ്കിലും എൻ്റെ മഹാദേവന് വേണം. ഇതുപോലെ കൊടുക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? അതാണ് ഭക്തിയുടെ ഒരു ഭാവം. അപ്പോൾ എന്ത് കൊടുക്കണമെന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കണമെന്നുള്ളതാണ്. കരിയിലാണോ പുല്ലാണോ പഴമാണോ എന്ത് നമ്മൾ കൊടുക്കണോ ഭഗവാന്, അതിനൊരു പ്രാധാന്യമില്ല. അതിനൊക്കെ വലുതായിട്ട് അതിൻ്റെ പിന്നിലുള്ള മനസ്സില്ലേ കാരണം അപ്പോഴത്തേക്ക് സന്തോഷമാണ്. ആ ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഒരു ഗ്ലാസ് വെള്ളം വെറുപ്പോട് കൂടി ഇരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുമോ? അതെന്തിനാ അപ്പം ഇങ്ങനെ വെള്ളം എടുത്ത് വന്നത്? സ്നേഹത്തോടു കൂടി അര ഗ്ലാസ് വെള്ളം വന്നാൽ മതി അല്ലേ? നമുക്ക് എന്തൊരു സന്തോഷമാവും. അപ്പോൾ ആ പിന്നിലുള്ള മനോഭാവമാണ് ഭഗവാൻ ഇഷ്ടപ്പെടുക. ഭഗവാൻ കൊടുത്തതായിരിക്കുന്ന കടുംപായസമാണോ പാൽപ്പായസമാണോ പാനകാണോ കഴിപ്പഴാണോ ഇതൊന്നും ഒരു ആർക്കും നോക്കില്ല. അതൊന്നും ഭഗവാന് വിഷയമല്ല. അതിൻ്റെ പിന്നിലുള്ള മനസ്സില്ലേ, ആ മനസ്സ് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. സ്നേഹത്തോടു കൂടി. അതല്ലേ ശബരി ചെയ്തത്. ശബരി ഇങ്ങനെ നോക്കിയിരിക്കുക ഓരോ ദിവസവും. തൻ്റെ ശ്രീരാമചന്ദ്രൻ വരുമല്ലോ, കാട്ടാളത്തിയല്ലേ അവള്. ഇന്ന് പഴങ്ങൾ പറിച്ച് വയ്ക്കും അവള്. ഓരോന്നും കടിച്ചു നോക്കും, മധുരം പോയാവോ മധുരം കുറവുണ്ടാവോ. കടിച്ചു നോക്കി അവളിങ്ങനെ പഴം സൂക്ഷിച്ച് വയ്ക്കാം. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ വന്നപ്പോൾ അവൾക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല. ഓരോ പഴവും അവളിങ്ങനെ കടിച്ചു നോക്കി മധുരമുള്ളതാ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുക. ശ്രീരാമചന്ദ്രൻ ആർത്തിയോടുകൂടി അത് കഴിക്കുമ്പോൾ ലക്ഷ്മണൻ ഇതേപോലെ തന്നെ പാർവതി പോലെ ചോദിച്ചു, ഏട്ടാ കക്കാളത്തിൽ കടിച്ചതൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അവൾ കടിച്ചാലെന്താ, എങ്ങനെ ആയാലെന്താ, അവൾ സ്നേഹത്തോടുകൂടി തരുന്ന അതിൻ്റെ വിലയുണ്ടോന്നാണ് ഒട്ടൊന്നിനും. അതാണ് ഭഗവാന്റെ ഭാവം. ആ ഈശ്വരഭാവത്തിനെ നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വലിയ വലിയ വഴിപാടുകളൊക്കെ നേരും. ഇതാണ് ഭഗവാൻ ഇഷ്ടം എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പ്രസാദിക്കാമെന്ന് വിചാരിക്കും. എത്ര ലക്ഷങ്ങൾ മുടക്കി വഴിപാട് കഴിക്കണമെന്നുള്ളതല്ല ഭഗവാൻ നോക്കുക. ഒരു തുളസി പൂവ് ഇവിടെ കൊണ്ടുവച്ചില്ലെങ്കിലും കണ്ണാ ഇതുള്ളൂട്ടോ എനിക്ക് തരാൻ. അപ്പോഴത്തേക്ക് സന്തോഷമാണ് ഗുരുവായൂരപ്പ. ആ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ അത് മതി. അത് ഭഗവാൻ സന്തോഷിക്കും. എന്ത് കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് അല്ലേ? നമുക്കിവിടെ അങ്ങനെയല്ലേ, നമുക്കിവിടെ എന്ത് തന്നു എന്നുള്ളതല്ല, എങ്ങനെ തന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാവം അതിതാ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ആ ഉണ്ണിക്ക്. അപ്പോൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് സ്നേഹത്തോടു കൂടി അവിടത്തേക്ക് സന്തോഷമാവണമെങ്കിലും ആയപ്പം അവിടത്തേക്ക് സന്തോഷമാവണേ. ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ, ഭഗവാൻ പരിപൂർണമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. അതല്ലാതെ കൊണ്ട് എൻ്റെ വക തിരിച്ചോളൂ ഒരു യാക്കരി, എൻ്റെ വക ഒരു വല കദളിപ്പഴം ഒന്നും അവിടത്തേക്ക് ആവശ്യമില്ല. അതിലൊന്നും അവിടുന്ന് പെടില്ല എന്നർത്ഥം. അവിടത്തേക്ക് അതൊന്നല്ല വേണ്ടത്. സ്നേഹത്തോടു കൂടി തരണ്ടോ, ആ സ്നേഹമാണ് ഭഗവാൻ എപ്പോഴും നോക്കുക. ഭാഗവതം ഓരോ പ്രകടനം പറയുമ്പോഴും ഈ സ്നേഹത്തിനെയാണ് നമുക്ക് പറഞ്ഞു തരാം. എങ്ങനെയായാൽ ഭഗവാന്റെ അനുഗ്രഹം നേടാം, എങ്ങനെയായാലും ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കുന്നു വെച്ചാൽ ഈ സ്നേഹമാണ് ഭഗവാൻ നോക്കുന്നതെല്ലാം. സാത്വസ്മിൻ പരമപ്രേമരൂപ. ശ്രീനാരദ മഹർഷി പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് ഗുരുവായൂരപ്പൻ? പ്രേമസ്വരൂപനാണ്, സ്നേഹസ്വരൂപനാണ് ഭഗവാൻ. ആ സ്നേഹം നമുക്കില്ലാതെ കണ്ട് നമ്മൾ എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? എനിക്കെന്തെങ്കിലുമൊക്കെ ഇവിടെ തന്നോളൂ, അതിനു വേണ്ടി ഞാനത് തരാം. അതൊന്നല്ല, കിട്ടുന്നത് കൊടുക്കാറാണ്. ഇവിടെ ദാ ഉണ്ണിയെ അനുഗ്രഹിച്ചു. ഉണ്ണി അങ്ങനെ തന്നെ ഒരു കല്ലൊക്കെ എടുത്ത് വെച്ച് കാട്ടിലെ കായ്കനികളൊക്കെ കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസം ഓം നമോ ഭഗവതേ വാസുദേവമായ ആ മന്ത്രം ചൊല്ലി ഭഗവാനെ നിവേദിക്കുന്ന പോലെയൊക്കെ കാണിക്കും. അത്രേ അറിയുള്ളൂ ഉണ്ണിക്ക്. കൊച്ചുണ്ണിയല്ലേ. അത് കഴിക്കും, കാട്ടാറിലെ വെള്ളം കുടിക്കും, പിന്നെ കണ്ണടച്ച് നിൽക്കും. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ണി കണ്ണ് നോക്കുള്ളൂ. ആദ്യത്തെ ഒരു മാസം അങ്ങനെ കഴിഞ്ഞു. 2ാമത്തെ മാസമായി കഴിഞ്ഞപ്പോഴേക്കും കായ്കനികളൊക്കെ പറിക്കാനുള്ള സമയം ഇല്ലാണ്ടേ അത്രയും നേരം കൂടി ഭഗവാനെ ഭജിക്കണ്ടേ. അപ്പോൾ അവിടെ കിടക്കുന്ന ഉണങ്ങിയാലും പുല്ലൊക്കെ കൊണ്ടു വെച്ചിട്ട് പ്രാണായ സ്വാഹ അത് നേദിച്ചിട്ട് അത് കഴിക്കും, ഒരു ഇത്തിരി വെള്ളം കുടിക്കും. പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഉണ്ണി കണ്ണു തുറക്കുള്ളൂ. 3ാമത്തെ മാസമായി കഴിഞ്ഞപ്പോഴേക്കും പൂജയൊക്കെ ഇല്ലാണ്ടേ എന്നാണ്. കാരണം ഭാഗവതം നമുക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന ഓരോ പടികളെ കാണിച്ചു തരുന്നു. ആദ്യം നമുക്ക് വിഗ്രഹങ്ങൾ വേണ്ടു, പിന്നെ വിഗ്രഹവും ക്ഷേത്രവും നമുക്ക് ആവശ്യമില്ല. കുറേ കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഭാഗവതമൊന്നും നമുക്ക് ആവശ്യമില്ല എന്നാണ്. ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറമേ ഉള്ള യാതൊരു വ്യാപാരങ്ങളും ഇല്ല. പിന്നെ മറ്റൊന്നും നമുക്ക് വേണ്ടി വരില്ല എന്നാണ്. നമുക്ക് അകത്ത് കാണാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അമ്പലങ്ങളൊക്കെ കറങ്ങി അടിച്ച് നടക്കുന്നതെല്ലാം. ഉള്ളിലെപ്പോൾ നമുക്ക് കാണാതായി തുടങ്ങിയോ അന്ന് മോൾക്ക് പിന്നെ മറ്റൊരിടത്ത് നമുക്ക് പോകേണ്ടതില്ല എന്നാണ്. വേഗം ആ
ഉണ്ണി 3-ാമത്തെ മാസമായി കഴിഞ്ഞപ്പോഴേക്കും പൂജയൊക്കെ നിന്നു. 9 ദിവസം കൂടുമ്പോഴേ കണ്ണ് തുറക്കുള്ളൂ. അപ്പോൾ ഒരു കവിള് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 9 ദിവസം കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുള്ളൂ. 4-ാമത്തെ മാസമായപ്പോഴേക്കും അത് നിന്നു. 12 ദിവസം കൂടുമ്പോൾ ഒരു ശ്വാസം എടുക്കും. പിന്നെ 12 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ശ്വാസം എടുക്കുള്ളൂ. 5-ാമത്തെ മാസമായപ്പോഴേക്കും പ്രാണരോധം വന്നു. പരിപൂർണമായിരിക്കുന്ന നിശ്ചലത. തൻ്റെ മനസ്സങ്ങനെ ഭഗവാനിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. രണ്ടില്ലാത്തൊരവസ്ഥ. ഇതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും രസമായിരിക്കുന്ന ഭാവം. ഈ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഞാനും ഭഗവാനെന്നില്ല, ഞാൻ തന്നെ ഭഗവാൻ. തത്വമസി നമ്മൾ പറയാറില്ലേ, അത് നീയാകുന്നു. ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെ ഭാഗവതം കേട്ടു എന്നല്ല, എത്ര പ്രാവശ്യം കേട്ടു എന്നല്ല, എത്ര പ്രാവശ്യം ഞാനും നീ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ കൊണ്ടായിത്തീരുന്നു. ഞാനും ഈശ്വരൻ എന്നുള്ള ഭാവം ഇല്ലാതെ കൊണ്ടായിത്തീരുന്നു. ആ ഒരു ഭാവത്തിനെയാണ്, അദ്വൈത ഭാവത്തിനെയാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരിക. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ തന്നെ. അത് മറ്റൊരു പുരാണത്തിലും ഇതുപോലെ കണ്ടുവന്നില്ല. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ഭാഗവത മഹാത്മ്യം ഇങ്ങനെ ഓരോ കഥയിലും ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അത്രയും ഭംഗിയായിട്ട്. ആ ഉണ്ണി എല്ലാ പ്രാണരോധം വന്നോടുകൂടി ദേവന്മാരെല്ലാം ഭഗവാനെ തന്നെ വിളിച്ചു, അനുഗ്രഹിക്കണേ ആ ഉണ്ണിയെ. ഭഗവാൻ 5 മാസമേ വേണ്ടു എന്നുള്ള കുട്ടിക്ക്. ഭഗവാൻ അപ്പോഴേക്കും ബഹിസ്മിതം തദവസ്കം ദദീർഷ. ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ഉണ്ണിയുടെ മുമ്പിൽ വന്നു. ഉണ്ണി ഉണ്ടോ ഇതൊക്കെ അറിയണം. അകത്ത് തന്നെ സർവേശ്വരനെ കണ്ടുകൊണ്ട് ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ഉണ്ണി. കണ്ണ് തുറന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ കണ്ണനെ. വേഗം എന്ത് ചെയ്തു, ഭഗവാൻ ഉള്ളിലുള്ള രൂപത്തിനെ അങ്ങോട്ട് മറച്ചു. അതങ്ങോട്ട് മറച്ചപ്പോൾ ഉണ്ണി പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ താൻ ഉള്ളിൽ കണ്ട അതേ രൂപം എന്താ മുമ്പിൽ വന്ന് നിൽക്കണു. എന്ത് ഭംഗിയായിട്ടാണ് ഭഗവാൻ ആ ഗരുഡോപരി അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായ. ഉണ്ണിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവിടെ ഒരു ദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവാന്റെ പാദത്തിൽ. കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് കണ്ണനെ കൺകുളൊക്കെ നിൽക്കുമ്പോൾ മൈത്രേയ പറയാം, ദൃഢ്യാം പ്രവശ്യൻ പ്രവിവൻ നിവാഭകച്ചുംബൻ നിവാസ്യേന ഭുജൈ ഇവ ആശ്ലിഷൻ. ഗുരുവായൂരപ്പനാണോ തോന്നിയത് അതോ ധ്രുവനാണോ തോന്നിയത് അറിയില്ല. വാരിയെടുത്ത് നോക്കണമെന്ന് തോന്നിയത്ര. ചുംബൻ നിവാസ്യേന ഭുജൈ ഇവ ആശ്ലിഷൻ. ഗുരുവായൂരപ്പനായിട്ടും തോന്നിയിട്ടുണ്ടാവുക. 5 വയസ്സായ കുട്ടി ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലി ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു മനസ്സില്ല. ഗുരുവായൂരപ്പനെ ആരെടുത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അറിയില്ല. ഇത്രയും പറഞ്ഞു, ചുംബൻ നിവാസ്യേന ഭുജൈ ഇവ ആശ്ലേഷൻ. ആരെടുത്താണ് കെട്ടിപ്പിടിച്ച് ഉമ്മോടൊക്കെ നമുക്ക് തോന്നി അത്ര ഗുരുവായൂരപ്പനെ. അത് ഉണ്ണിക്കാണോ ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ ഉമ്മ കൊടുത്താലോ തോന്നിയിട്ടുണ്ടാവുക, അറിയില്ല. ഭാഗവതം ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഗുരുവായൂരപ്പനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഭഗവാൻ കാണിച്ചു തരാം നമുക്ക്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ തോറ്റുപോകും. ഉണ്ണി അങ്ങനെ ഉമ്മ വയ്ക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും ആ ഉണ്ണിയുടെ കുഞ്ഞി ചുണ്ടോണ്ട് എന്തെങ്കിലും വാക്ക് കേൾക്കാൻ ഭഗവാൻ മോഹം. ഒന്നും മിണ്ടാൻ പറ്റണില്ല. ഉണ്ണി എന്താണെന്നറിയോ, ഒരു മൂകൻ നല്ലൊരു സ്വപ്നം കണ്ടു എന്ന് വരട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു സ്വപ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയാം, ഉണ്ടാൻ പറ്റാത്ത ഒരാൾ അല്ലേ, അത് ഇങ്ങനെ കാണിക്കും, സൂപ്പർ കാണിക്കുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഈശ്വരാനുഭൂതി, ഭഗവാനെ കണ്ടാൽ പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല ആരോടും. അത് അനുഭവമാണ്. ഈശ്വരൻ കാഴ്ചയല്ല, അനുഭൂതിയാണ്, അനുഭവമാണ്. അത് മറ്റൊരാളോട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയണതൊക്കെ വെറുതെ ഉദ്ധിതം പറ്റില്ല. ഞാൻ കണ്ടു ഭഗവാനെ, ഞാൻ അങ്ങനെ കണ്ടു, ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെ വെറുതെ പറയണതാണ്. ഇതൊന്നും അനുഭൂതി തലത്തിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. അനുഭൂതി എന്ന് പറഞ്ഞാൽ എന്തേ ഒന്നും പറയാൻ പറ്റാതെ ഉണ്ടായിത്തീരുക. മൂക ആസ്വാദനവതെന്നാണ്. ഒരു മൂകൻ ആസ്വദിക്കുന്നത് പോലെ നല്ല കൽക്കണ്ടം മൂകൻ്റെ വായിലിട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ മധുമെന്ന് വെച്ചാൽ അയാളിപ്പോൾ എങ്ങനെ പറയാം, അത് അനുഭവിക്കണം അല്ലേ, തന്നെ വെച്ച് നോക്കണം മതി. അതുപോലെയാണ് ഈശ്വരാനുഭൂതി. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, സ്വയമേവ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ സ്വയമേവ അനുഭവിച്ച് അതിലേ ലയം വരണം. ആ ഉണ്ണിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു, കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുണ പസ്പർശപാലം കൃപയാ പോലെ തൻ്റെ പാഞ്ചേന്യം എന്ന ആ ശബ്ദഭ്രമമായിരിക്കുന്ന ശംഖം കൊണ്ട് ആ കവിളത്തൊന്ന് തൊട്ടു, അത്രേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരങ്ങൾക്ക് 12 ശ്ലോകങ്ങളെ കൊണ്ട് ആ ധ്രുവൻ
ഭംഗിയായിട്ട് ശ്രദ്ധിച്ചു. ആദ്യത്തെ സ്ഥിതി നമുക്ക് പറയാം. അന്തപ്രവിശ്യ മമ വാചമിമാം പശുപദാം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംന അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആദ്യം തന്നെ പറഞ്ഞെന്താണെന്നറിയോ? പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈ പുരുഷനായിട്ടുള്ളവനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പുരങ്ങളിലും സകല ശരീരങ്ങളുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നവനാണ്. അത് ഉറുമ്പായിക്കോട്ടെ, മൂട്ടയായിക്കോട്ടെ, കൊതുക്കായിക്കോട്ടെ, ആനയായിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഉള്ളിലും നിറഞ്ഞിരിക്കണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അർജുന, ഞാൻ എവിടെ ഇരിക്കണത്? സർവഭൂതേശേ, സർവഭൂതങ്ങളുടെയും ഹൃദയശേ, ഹൃദയത്തിൽ ഞാൻ നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റണില്ല അതിനെ. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന എന്താ ഒരു കഴിവ്, ഒരു ഉറപ്പ് അല്ലേ? നമുക്ക് ശബ്ദം ഉണ്ടായിട്ടിരിക്കുന്നത് ആരാണ്? അത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഉള്ളിൽ കണ്ണൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്, നമുക്ക് പ്രാണസ്വരൂപേണ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ വാക്കുകൾ പുറത്തേക്ക് വരുമോ? നാവുണ്ടായിട്ട് എന്ത് പ്രയോജനം? പറയാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ കാണാറില്ലേ? കണ്ണുണ്ടായിട്ട് എന്തേ പ്രയോജനം? കണ്ണിന് കാഴ്ചശക്തി ഇല്ലെങ്കിൽ തീർന്നില്ലേ? നല്ല ചെവിടുണ്ടത്ര, എന്ത് പ്രയോജനം? ഒന്നേ കേൾക്കണില്ല. കൈകാലുകളൊക്കെ ഉണ്ട്, നടക്കാൻ വയ്യ, കൈകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ അല്ലേ? ഒക്കെ എല്ലാത്തിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, ഇതെല്ലാം പായണ എല്ലാം തന്നെ സുപ്രദമാണ്. ഇതൊന്നും ജഡവസ്തുക്കളാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞതേ ജഡമാണ്. മൈക്ക് ജഡ അല്ലേ? മൈക്കിന് എന്തേപോലെ ശക്തിയൊന്നുമില്ല. കണ്ടുള്ളതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വായം പിടിച്ചിരിക്കണം. കണ്ടില്ലെങ്കിൽ ഇപ്പം ഇതിന് അഹങ്കാരമാണ്. ഇനി എങ്ങനെ സംസാരിക്കും ഞാൻ ഇല്ലെങ്കിൽ എന്നുള്ള അഹങ്കാരം. കണ്ടുപോയ ഇവൻ്റെ കഥ കഷ്ടത്തിലാണ്. ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കാമെന്നുള്ളൂ. ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ? കണ്ണ് കാണണമെങ്കിൽ, ചുവട് കേൾക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ഹൃദയം ഹാർട്ട് മിടിക്കണമെങ്കിൽ അല്ലേ, ആഹാരം ദഹിക്കണമെങ്കിൽ എല്ലാമായിട്ട് നോക്കിക്കോളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് ആള്. ഒരു രോമം വളർന്നു വരണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ വേണം. ഇതിൻ്റെ ഉള്ളിൽ ചൈതന്യം ഇല്ലെങ്കിൽ രോമം വളരെ മരിച്ചിടക്കുന്ന ആൾക്ക് രോമം വളർന്നു കേട്ടിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ശരീരത്തിലെ? അപ്പോൾ സത്തായിട്ടൊരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ സത്തായിട്ടുള്ള ആത്മസ്വരൂപം തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവനും സൃഷ്ടിച്ച് ഇതിനെല്ലാം പരിപാലിച്ച് ഇതിനെല്ലാം സംഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തി. അതിനെ അറിയാൻ പറ്റുമോ? രണ്ട് വിറകിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും വിറകിൻ്റെ ഉള്ളിൽ അഗ്നി? അഗ്നി കത്തിക്കാൻ വിറക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വിറകിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്. രണ്ട് മുളങ്കാടുകൾ കാട്ടിലെ കണ്ടൂടെ? മുളകൾ കൂട്ടി വരസുമ്പോൾ അതിൽ നിന്ന് തീയുണ്ടായിട്ട് കാട്ടു തീ ഉണ്ടാവുന്നു അല്ലേ? ആരും തീയൊന്നും കൊണ്ടിരുന്ന. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. രണ്ട് കരിങ്കല്ല് കൂട്ടി വരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തീപ്പൊരി ഉണ്ടാവണില്ലേ? അപ്പോൾ അതിൽ തീയുണ്ട് അല്ലേ? നമ്മൾ നേരിട്ട് നോക്കിയാൽ ആ കല്ലിൽ കണ്ടുവെന്ന് വരില്ല. ഒരു മെറ്റലിൻ്റെ ഭക്ഷണത്തെ അതിൽ തീ കണ്ടുവെന്ന് വരില്ല. അത് ഉരസുമ്പോൾ അതിന് തീ ഉണ്ടാവും. അതേപോലെ എപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും? നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിനെ നിരന്തരമായിട്ട് മനനം ചെയ്യണം. നിരന്തരമായിട്ട് ഉള്ളിലുള്ള അഴുക്കിനെ ഇങ്ങനെ മനനം ചെയ്ത് കാമം, ക്രോധം, ലോഭം, അസൂയ, കുണ്ട്, കുശുമ്പ് എന്തെല്ലാം അഴുക്കാണോ എൻ്റെ ഉള്ളിലുള്ളത് ആ അഴുക്കെല്ലാം പോകണം. കൃഷ്ണാന്ന് വിളിച്ച് കണ്ണീരൊഴുക്കി സക്കടത്ത് പോകണം. എല്ലാ അഴുക്കും പോയി കഴിയുമ്പോൾ കണ്ണനെ കാണും നമ്മുടെ ഹൃദയത്തിൽ. ആ ഭഗവാന് നമുക്ക് എന്തുണ്ടാകണം? സ്നേഹം ഉണ്ടാകണം. അപ്പോൾ ഭഗവാൻ ആകാശത്തിലോ ശ്രീലകത്തോ വേറെ ഏതെങ്കിലും ലോകത്തോ അല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ ഉണ്ട്. അതിനെ അറിയണമെങ്കിൽ നിരന്തരമായിട്ടുള്ള സാധന വേണം. അതിന് ഭക്തി വേണം. ആ ഭക്തി വെറുതെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതിനാണ് സജ്ജനങ്ങൾ എന്താണോ പറയണത് അവരുടെ തിരുമുഖം നിർഗളിക്കുന്ന കഥാമൃത് ധാരാളം കേൾക്കണം. കണ്ണൻ്റെ കഥകൾ ധാരാളം കേൾക്കണം. മഹാദേവനെ കുറിച്ചായിക്കോട്ടെ, ദേവിയെ കുറിച്ചാവട്ടെ, ധാരാളം കേട്ട് മനസ്സിൽ തോന്നണം ഇതേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്ത് വേണം? ആ ഭഗവാനിലേക്ക് മനസ്സെത്തണം അല്ലേ? എന്നാ അതുകൊണ്ട് എനിക്ക് ഭക്തി മുഹൂർത്തവഹതാം പ്രഹിമേ പ്രസംഗാവോ ഭൂയാതനന്ദ മഹതാം അമലാശയാനാം. അമലന്മാരായിരിക്കുന്ന അല്പം പോലും മാലിന്യമില്ലാത്തവരുടെ തിരുമുഖത്തിന് നിർഗളിക്കുന്ന കഥാമൃത് കേട്ട് എൻ്റെ മനസ്സിൽ ഭക്തി ഉണ്ടാവണേ കണ്ണാ. അവസാനം പറഞ്ഞെന്താണെന്നറിയോ?
വാശ്രയവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. പൈക്കുട്ടിയെ നോക്കുന്ന തള്ളപ്പൈനെ പോലെ ഗുരുവായൂരപ്പ എപ്പോഴും അടിയങ്ങളിൽ ഒരു കണ്ണുണ്ടാവണേ, അടിയങ്ങളിലേക്ക് അവിടുത്തെ ഒരു നോട്ടം ഉണ്ടാവണേ, കരുണാകടാക്ഷം ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ധ്രുവൻ എന്ന കൊച്ചുണ്ണി വീണ്ടും 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 ഭഗവാന്റെ പാദങ്ങളിൽ അനുഷ്ഠിച്ചു. ഭഗവാൻ എത്രയും സന്തോഷം എന്ന് കണക്കില്ല. ഭഗവാൻ പറഞ്ഞു, 36,000 ദിവ്യവർഷം നീ ഇതാ ഈ ഭൂമണ്ഡലത്തിനെ മുഴുവനും ഭരിച്ചോളൂ. അവസാനം നിനക്കായിട്ട് ഞാനൊരു ലോകം വെക്കണ്ട്. എല്ലാവരും പ്രദക്ഷിണം വെക്കുന്ന ആ ലോകത്തിലേക്ക് ഞാൻ നിന്നെ ഉയർത്തുന്നതാണ്. ഭാഗവതം നമ്മളോട് പറയാം, ഉണ്ണി മോഹിച്ചതെന്താ? അച്ഛൻ്റെ മടിയിലിരിക്കാനായിട്ടാണ് വന്നത്, ഒരു വരം വാങ്ങിക്കാൻ. അതൊക്കെ ഇപ്പോഴേ മറന്നു പോയിരുന്നു. ഭഗവാനെ കാണുന്ന നിമിഷം എല്ലാ മോഹങ്ങളും അസ്തമിച്ചു പോകും. അപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം മുഴുവൻ കിട്ടുക. ഒരു കള്ളൻ ഇങ്ങനെ ഭാഗവതം നടത്തിക്കൂടെ പോവായിരുന്നേ. ആചാര്യൻ അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ കുറിച്ച് വർണ്ണിക്കുക. മിന്നും പൊന്നിൻ കിരീടം തലിവള കടകം എന്നൊക്കെ പറഞ്ഞ് ധാരാളം സ്വർണ്ണരത്നാഭരണങ്ങളൊക്കെ ചാർത്തിട്ടല്ലേ ഭഗവാന്റെ രൂപം ഇങ്ങനെ വർണ്ണിക്കുക. അപ്പോൾ കള്ളൻ ഇങ്ങനെ പുറത്തു നിന്ന് കേട്ടു, ഇത് ഇങ്ങനെ ഒരാളുണ്ടോ, എത്ര കിലോ കണക്കിന് സ്വർണവും വൈഡൂര്യവും ഒക്കെ ധരിച്ച ഇയാളെ ഒന്ന് കാണണമല്ലോ എന്നായി. അദ്ദേഹം വന്നിട്ട് വേഗം വായന നിർത്തിയപ്പോൾ ആചാര്യനോട് ചോദിച്ചു, ഇയാൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ആര്? അല്ല, ഈ സ്വർണ്ണമൊക്കെ ഇത്ര അധികം കിലോ കണക്കിന് ധരിച്ചേക്കുന്ന ആളെ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കാട്ടിലാന്ന് പറഞ്ഞു. വേഗം ഇയാൾ എന്ത് ചെയ്തു? കാട്ടിലേക്ക് പോയി. കുറേ കാട്ടിൽ പോയിട്ട് കണ്ടില്ല. തിരിച്ചിവിടെ വന്നു. അത്ര കാട്ടിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കാട്ടിൽ അങ്ങനെ പോയാൽ കിട്ടില്ല. കൃഷ്ണ 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 എന്ന് വിളിച്ചു പോവും. അപ്പം കണ്ണൻ മുമ്പിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളന് ഒരേ ഒരു മോഹം മാത്രമേ ഉള്ളൂ, ഇത്രയും സ്വർണ്ണാഭരണമൊക്കെ കിട്ടിയാൽ ജീവിതം സുന്ദരമായി അല്ലേ. അല്ലാണ്ട് അയക്കിപ്പോൾ കൃഷ്ണനെ കാണാനല്ല ആവശ്യം. അയാൾ എന്ത് ചെയ്തു? കൃഷ്ണനെ വിളിച്ചങ്ങനെ നടക്കാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞതല്ലേ. പിന്നെ മനസ്സിൽ മുഴുവനും ആ പറഞ്ഞു കൊടുത്ത രൂപം മാത്രമേ ഉള്ളൂ മനസ്സിൽ. കൃഷ്ണാന്ന് വിളിച്ചുകൊണ്ട് ആ കാട്ടിൽ മുഴുവനും ഗുഹകളിലും ഒക്കെ കയറി സഞ്ചരിച്ച്, എത്ര വലിയ മരത്തിൻ്റെ മുകളിലും ഒക്കെ പഠിച്ചു കയറി ശരീരമൊക്കെ മുള്ളൊക്കെ കൊണ്ട് കീറി മുറിഞ്ഞ് നടക്കാൻ വയ്യാതെ കണ്ട് കഷ്ടപ്പെട്ടു. കുറേ ദിവസങ്ങളോളം പട്ടിണിയും പാടുമായിട്ട് ആ കള്ളൻ നടന്നു. എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാൽ മതി. അവസാനം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ എന്ന് വിളിച്ച് തളർന്നു വീണപ്പോൾ മുമ്പിൽ ഭഗവാൻ അതേ രൂപത്തിൽ ഒന്നാണ് ചോദിച്ചു. അത്ര കണ്ണൻ ആ കള്ളനോട് ചോദിച്ചു, നിനക്ക് എന്തേ വേണ്ടത്? എൻ്റെ പൊന്നിൻകിരീടം വേണോ? എൻ്റെ മാലകൾ വേണോ? വള വേണോ? അരമണികൾ വേണോ? പാദസരം വേണോ? അങ്ങനെയുണ്ട് കണ്ടപ്പോൾ പറഞ്ഞു. കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണതിൽ കൂടെ നിറഞ്ഞു ഒഴുകി. ആ ഭഗവാന്റെ മോഹനമായിരിക്കുന്ന രൂപം കണ്ടപ്പോൾ ഒന്നും വേണ്ട കണ്ണ, എനിക്ക് നീ മാത്രം ഇരുന്നാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് കണ്ണനെ കാണുന്നത് വരെയാണ് നമുക്ക് മോഹങ്ങൾ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ മോഹങ്ങളൊക്കെ അസ്തമിക്കുന്നതാണ് അല്ലേ. കുടം വെള്ളത്തിൽ മുക്കുമ്പോൾ കളകളകളാന്ന് ശബ്ദം കേൾക്കും, നിറഞ്ഞു കഴിഞ്ഞാലോ ശബ്ദമില്ല. അതേപോലെയാണ് എപ്പോഴാണ് നമ്മുടെ മോഹങ്ങളൊക്കെ അടങ്ങുന്നത്? ഭഗവാനെ കാണുന്നവരുള്ളൂ. എപ്പോൾ നമുക്ക് ഈശ്വരാനുഭൂതി വന്നോ പിന്നെ നമുക്ക് മോഹങ്ങളൊന്നും ഇല്ലാതെയാവും. പിന്നെ ഭഗവാൻ മാത്രം മതി എന്നൊരവസ്ഥ വരും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഉണ്ണിക്ക് അച്ഛനെ കുറിച്ചൊക്കെ മറന്നു. ഉണ്ണി ഗുരുവായൂരപ്പനെ കണ്ടാൽ പിന്നെ വേറെ ആരെയും ഓർക്കുക? ഗുരുവായൂരപ്പനെ കാണാത്തതുകൊണ്ടല്ലേ നമ്മളെല്ലാവരെയും ഓർക്കുന്നത്. മറ്റുള്ളവരെയൊക്കെ നമ്മൾ മറന്നു പോകും ഭഗവാനെ കണ്ടാൽ. പിന്നെ അതേ ഉള്ളൂ സത്യം എന്നുള്ള ബോധം നമുക്ക് ഉദിച്ചു വരും. ആരോടുമുള്ള അറ്റാച്ച്മെൻ്റൊക്കെ പതുക്കെ ഇല്ലാണ്ടേറ്റ് വരും. നമുക്ക് ഭഗവാനിലേക്ക് മനസ്സ് വരുമ്പോൾ പിന്നെ എല്ലാവരോടും നമ്മൾ സ്നേഹമായിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സെല്ലാം ഭഗവാന്റെ അടുത്തായിരിക്കും അല്ലേ. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, വീട്ടിൽ വേലക്കാരിയെ നിർത്തും പോലെ എന്നാണ്. നമ്മൾ വീട്ടു ജോലിക്കൊക്കെ ആൾക്കാരെ നിർത്താറില്ലേ? സ്ത്രീകളെയൊക്കെ നിർത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? രാവിലെ 7 മണിയാകുമ്പോഴേക്കും വരും. ബാഗൊക്കെ ഒരിടത്തെടുത്ത് വെച്ച് വീടൊക്കെ അടിച്ചു വാരി തുടയ്ക്കണു, മുറ്റടിക്കണു, പാത്രം കഴുകണു, അടുക്കളപ്പണിയൊക്കെ ചെയ്യണു. കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടതൊക്കെ കൊടുക്കും, എല്ലാം ചെയ്യും. തൻ്റെ സ്വന്തം കുടുംബം പോലെയൊക്കെ നോക്കുമ്പോഴും അവരുടെ മനസ്സെവിടെയാണ്? വൈകുന്നേരം ഇങ്ങനെയെങ്കിലും 5 മണിയായാൽ വീട്ടിൽ പോകുമായിരുന്നു അല്ലേ. മനസ്സ് മുഴുവൻ സ്വന്തം കുടുംബത്തിലാണ് അല്ലേ. കുട്ടികൾക്ക് ആ വീട്ടിലെ കുട്ടിക്കാണ് ആഹാരം കൊടുക്കുമ്പോഴും തൻ്റെ കുട്ടിയെക്കുറിച്ചാണ് ഓർമ്മ മുഴുവനും. എന്ത് ചെയ്യുമ്പോഴും എന്തെല്ലാം ആ ഗ്രഹത്തിൽ കണ്ടാലും ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഇതില്ലല്ലോ. എപ്പോഴും ചിന്ത മുഴുവനും തൻ്റെ വീടിനെ കുറിച്ചല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സെന്തായിരിക്കണം? എല്ലാവരോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കുമ്പോഴും മനഃകൃഷ്ണയെ നിവേശയിൽ മനസ്സ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തണമെന്ന് കാണിച്ചു തരിക. എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ തിരിഞ്ഞു നോക്കിയാണ് അത്ര ഭഗവാൻ പോയത്. ആ ഉണ്ണിക്ക് ആകെ വശമായി. എന്തിനാ കണ്ണ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്? വീണ്ടും കണ്ണൻ അവിടെ കരഞ്ഞുകൊണ്ട് വീണപ്പോഴേക്കും
ശ്രീനാരദ മഹർഷി എന്ന് ഉത്താനപാദ മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജൻ ദാ ഭഗവാനെ കണ്ടു ഉണ്ണി, അനുഗ്രഹം നേടി എന്നങ്ങടെ പറയല്ല. രാജാവ് വേഗം തൻ്റെ ഭാര്യമാരെയൊക്കെ വിട്ടുകൊണ്ട്, എല്ലാവരും വിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഓടി ഭഗവാനെ 5 മാസം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച, ഭഗവാന്റെ അനുഗ്രഹം നേടിയ തൻ്റെ ഉണ്ണിയെ വാരിയെടുക്കാൻ ഉമ്മ വയ്ക്കാൻ ഓടി വന്നപ്പോഴേക്കും പിന്നാലെ 2 അമ്മമാരും ആ രാജ്യത്തുള്ള ആളുകളും എല്ലാവരും പിന്നാലെ വന്നു. അച്ഛനെ അമ്മയും അങ്ങോട്ട് കണ്ടപ്പോൾ ആ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. 2 അമ്മമാരും അച്ഛനും വാരിയെടുത്തു ഉണ്ണിയെ. എന്നിട്ട് വീട്ടിൽ ധാരാളം ഉമ്മ വച്ചു. നിനക്കിതാ ആ ദീർഘായുസായിട്ട് മാറട്ടെ ചെറിയമ്മയും ഒക്കെ അനുഗ്രഹിച്ചു. വേഗം കുര്യാണപ്പുറത്ത് എഴുന്നള്ളിച്ച് അതിഗംഭീരമായിട്ടുള്ളൊരു ഘോഷയാത്രയോട് കൂടി ആ കൊട്ടാരത്തിൽ കൊണ്ടുപോയി തൻ്റെ സിംഹാസനത്തിൽ ഉണ്ണിയിരുത്തി കിരീടധാരണം നടത്തി കഴിഞ്ഞപ്പോൾ ഉത്താനപാദ മഹാരാജാവിന് തോന്നി, 2 ഭാര്യമാരോടൊപ്പം എൻ്റെ ജീവിതം ഞാൻ തുളച്ചു കളയല്ലാതെ കണ്ട് എൻ്റെ കൊച്ചുണ്ണി എൻ്റെ കണ്ണ് തുറപ്പിച്ചൂടോ. ഇത്രയും പ്രായമായിട്ടും എനിക്ക് എൻ്റെ ഭഗവാനെ ഒന്ന് ഭജിക്കാൻ, എൻ്റെ മാതിരി നാമം ജപിക്കാൻ പറ്റിയില്ലല്ലോ. എൻ്റെ ജീവിതം ഞാൻ വെറുതെ കളഞ്ഞുള്ളൂ എന്നോർത്ത് കണ്ണീരൊഴുക്കി പശ്ചാത്താപം കൊണ്ട് അദ്ദേഹം പിന്നെ അവിടെ നിന്നില്ല. വേഗം കാട്ടിൽ പോയി തീവ്രമായിരിക്കുന്ന തപം ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. പിന്നീട് ആ ധ്രുവൻ ഈ ഭൂമണ്ഡലത്തിനൊക്കെ ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹം വിവാഹം കഴിച്ചു, അതിൽ കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉത്തമൻ എന്ന ചെറിയമ്മയുടെ പുത്രനെ യക്ഷന്മാർ കൊന്നു എന്ന് കണ്ടപ്പോൾ യക്ഷന്മാരുമായിട്ട് യുദ്ധമൊക്കെ ചെയ്തു. അവിടെ യക്ഷനായിരിക്കുന്ന വൈശ്രവണനും മനുവും ഒക്കെ വന്നിട്ട് സമാധാനിപ്പിച്ചു. തിദിക്ഷയാ കരുണയാ മൈത്രിയാ ച അഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. ഇനി ആരോടും യുദ്ധത്തിന് പോകാൻ പാടില്ല. 5 മാസം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച ആളല്ലേ നീ. ആ ഈശ്വരാനുഗ്രഹം പരിപൂർണമായിട്ട് നേടുമ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് വേണമെങ്കിൽ എന്ത് വേണം? തിദിക്ഷയാ, എന്തും സഹിക്കാനും പൊറുക്കാനുമുള്ള കഴിവുണ്ടാവണം. അല്ലേ? ദുഃഖം വന്നാലും സുഖം വന്നാലും ലാഭം വന്നാലും നഷ്ടം വന്നാലും ജയം വന്നാലും പരാജയം വന്നാലും ശീതം വന്നാലും ഉഷ്ണം വന്നാലും മനസ്സിനെ ഒരേപോലെ നിർത്താൻ സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തേ പ്രയോജനം? നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. എന്തും ഈ ജീവിതത്തിൽ വരും അല്ലേ? ചിലപ്പോൾ ജയം വരും, ചിലപ്പോൾ പരാജയം വരും, ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ സുഖം വരും. എന്ത് വന്നാലും ശീതം, ഇപ്പം നമ്മൾ ചൂടെടുക്കണില്ലേ, ഇനി അടുത്ത നിമിഷം മഴ പെയ്താലോ തണുത്തിട്ട് വയ്യാന്ന് പറയും. അപ്പം നമ്മൾ ഇതൊക്കെ വരണില്ലേ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ? കൊറോണ വന്നപ്പോഴും നമ്മൾ അതിനെ തരണം ചെയ്തില്ലേ? പ്രളയം വന്നപ്പോഴും അതിനെ തരണം ചെയ്തില്ലേ? ഓരോന്ന് വരുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്തിട്ടൊക്കെ സഹിക്കാനും പൊറുക്കാനും ആ പരാതികളും ആവലാതികളും ഇല്ലാതെ കണ്ടു കഴിയണം. തിദിക്ഷയാ കരുണയാ സകല ജീവരാശിയോടും നമുക്ക് എന്തുണ്ടാവണം? കാരുണ്യം ഉണ്ടാവണം. സകല ജീവരാശിയോടും അതിനെപ്പോലും ദ്രോഹിക്കാതെ കണ്ടിരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. ഇനി അത് മാത്രമല്ല, തിദിക്ഷയാ കരുണയാ മൈത്രിയാ ച അഖില ജന്തുഷു സകല ജീവരാശിയോടും മൈത്രി ഉണ്ടാവണം. എന്താ മൈത്രി എന്ന് പറഞ്ഞാൽ? എന്നെക്കാളും ഉയർന്ന ആൾക്കാർ ഏത് തരത്തിലായിക്കോട്ടെ, സമ്പത്ത് കൊണ്ടായിക്കോട്ടെ, സൗന്ദര്യം കൊണ്ടായിക്കോട്ടെ, ഐശ്വര്യം കൊണ്ടായിക്കോട്ടെ, അല്ലേ? ഏത് തരം വിദ്യ കൊണ്ടായിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും എന്നേക്കാൾ ഉയർന്നവരെ കണ്ടാൽ അവർക്ക് അത്രയും ഭഗവാൻ അനുഗ്രഹിച്ചുകൂടോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവണം. നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണെങ്കിലോ അവരെ കാണുമ്പോൾ നമുക്ക് മൈത്രി ഭാവം ഉണ്ടാവണം. ഒരു മിത്രമായിട്ട് കാണണം. എന്നേക്കാൾ താഴ്ന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരെ, ദുരിതം ഒക്കെ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? കാരുണ്യം ഉണ്ടാവണം. അല്ലേ? ഈ 3 ഭാവം മനസ്സിലുണ്ടോ എന്ന് നോക്കിക്കോളൂ. നമുക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം എന്നാണ്. അപ്പോൾ തിദിക്ഷയാ കരുണയാ മൈത്രിയാ ച അഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. ആ സമത്വഭാവന നമുക്ക് എപ്പോൾ ഉണ്ടോ അപ്പോഴാണ് ഈശ്വരൻ അനുഗ്രഹിക്കുക. മൈത്രിയാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി ലളിതാസഹസ്രനാമത്തിലെ ഒരു മന്ത്രമാണ് അല്ലേ? മൈത്രിയാദിവാസനാലഭ്യ. അപ്പോൾ സൂര്യനെ പോലെ മിത്രമായി തീരാറാവണം നമുക്ക്. സൂര്യൻ കുടിലേക്ക് ഞാൻ പോവില്ല കേട്ടോ, ഞാൻ കൊട്ടാരത്തിലേക്ക് മാത്രം വെളിച്ചം പരത്തുമെന്നുണ്ടോ സൂര്യന്? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ പ്രകാശം പരത്തുന്നത് പോലെ നമ്മുടെ മനസ്സുമായി തീരണമെന്ന് പറഞ്ഞു. അങ്ങനെ 36,000 വർഷം തികയുന്ന ദിവസം വിഷ്ണുഭാഷണന്മാർ സ്വർണ്ണവിമാനവുമായിട്ട് വന്നു. ദാ മഹാരാജൻ ഇതിൽ കയറൂ, ഭഗവാൻ കൊണ്ടിയെല്ലാം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തെന്നില്ലാത്ത ഭക്തിപാരവശ്യത്തോടുകൂടി ഭഗവാനെ വേഗം പൂജിച്ചുകൊണ്ട് ആ വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തെക്കുന്നൊരാൾ ഓടി വന്നു. മഹാരാജാവ് നിൽക്കൂ, എൻ്റെ തലയെ ചവിട്ടിയിട്ട് വേണം കയറാൻ. അതാരാന്നറിയോ? അത് മരണദേവനാണ്. യമധർമ്മരാജ
രാജാവ് കുനിഞ്ഞു നിന്നു, ആ ശിരസ് ചവിട്ടി കയറി എന്നാണ്. മരണത്തിനെ കൂടി ജയിച്ചു എന്നാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ വിമാനം ഉയർന്നൊരല്പ ദൂരം കൊണ്ട് ചെന്നപ്പോഴാണ് ഉണ്ണിക്ക് ഓർമ്മ വന്നത്, അല്ല വിമാനം ഇറക്കും എൻ്റെ അമ്മയില്ലാത്ത ലോകത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം നേടിത്തന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതെല്ലാം എൻ്റെ അമ്മയാണ്, അതിനൊക്കെ കാരണം. അമ്മയില്ലാത്ത ലോകത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ഭാഷകന്മാർ പറഞ്ഞു, അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്കറിയാലോ, പുരോയാനേന ഗച്ഛതിയും, താൻ മുമ്പിൽ പോകുന്ന വിമാനത്തിൽ അങ്ങയുടെ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിരുന്നു. ഇന്ന് നമുക്ക് കാണാം, കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രകാശത്തോടു കൂടി ഇന്നും പ്രകാശം നിൽക്കുന്നു ആ ധ്രുവ നക്ഷത്രം. ഇനി കൽപ്പാന്തകാലത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ചേരും. പ്രളയത്തിന് മുന്നിൽ പോകുമ്പോൾ ആ ധ്രുവനക്ഷത്രവും ഭഗവാന്റെ പാദത്തിൽ ആയി ചെയ്യുന്നതാണ് അല്ലേ. അതേപോലെ ആ ധ്രുവനെ പോലെ കൊച്ചു ഉണ്ണിക്ക് 5 മാസം കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിച്ചെങ്കിൽ നമുക്കിപ്പോൾ വയസ്സെത്രയായി, നമ്മൾ എത്രമാത്രം ഭഗവാനെ പ്രസാദിപ്പിച്ചു അല്ലേ. നമ്മൾ ഇങ്ങോട്ട് നേടാൻ മാത്രമേ മോഹിച്ചുള്ളൂ, ഒരിക്കലും കണ്ണനെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചില്ല എന്ന്. ഒന്ന് സ്നേഹിച്ച് നോക്കിക്കോളൂ, അപ്പം അറിയാം എന്താണ് നമുക്ക് വേണ്ടത്, അതെല്ലാം ഭഗവാൻ തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകടനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി മറ്റു കഥകളൊക്കെ നമുക്ക് അല്പം കഴിഞ്ഞിട്ട് നമുക്ക് അനുസ്മരിക്കാം. ഹരേ രാമ ഹരേ